പ്രിയമുള്ള സഖാക്കളെ, ഇവിടെ സ്വാഗതം ആശംസിച്ച സഖാവ് ലാർസൻ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയമുള്ളവരെ, നമുക്കറിയാം എറണാകുളം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവും CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സഖാവ് AP നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 22 വർഷം പൂർത്തിയാവുകയാണ്. സഖാവ് AP തൻ്റെ ജീവിതത്തിലുടനീളം പുലർത്തിയിട്ടുള്ള ലാളിത്യം, ത്യാഗമനോഭാവം, സേവന സന്നദ്ധത ഇവയെല്ലാം പാർട്ടി പ്രവർത്തകർക്ക് ആകെ മാതൃകയാണ്. എറണാകുളം ജില്ലയ്ക്ക് സഖാവിൻ്റെ വാക്ക് അവസാന വാക്കായിരുന്നു. ജനങ്ങൾ പറയുന്ന കാര്യം വളരെ ക്ഷമയോടെ കേൾക്കാനും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സമയ പ്രവർത്തനവും, അതാണ് സഖാവ് AP എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെന്ന് APയോട് പറയുമ്പോൾ ആ സഖാവിൻ്റെ മുഖത്തുണ്ടാവുന്ന ഗൗരവം പറയുന്ന ആൾക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നതാണ്. അതനുസരിച്ചുള്ള പിന്നീടുള്ള കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സഖാവ് APയുടെ ആ ഒരു മികവ് അല്ലെങ്കിൽ ഒരു യശസ് വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സഖാവ് AP തൻ്റെ ജീവിതകാലം മുഴുവനും പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓഫീസിലിരുന്ന് തൻ്റെ ജീവിത അവസാനം വരെ പ്രവർത്തിച്ച ഒരു സഖാവായിരുന്നു സഖാവ് AP വർക്കി എന്ന 2 ലക്ഷത്തിലറിയപ്പെടുന്ന സഖാവ് AP. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ആ ജീവിത ലാളിത്യം, നിസ്വാർത്ഥത, സാന്ത്വനത്തിൻ്റെതായ ശൈലി എന്നിവ ജീവിതത്തിലുടനീളം പുലർത്തിപ്പോന്ന സഖാവ് APയുടെ ധീര സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്ന് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം APയെ സ്മരിക്കുന്നത്. APയുടെ പ്രവർത്തനം വരും തലമുറയ്ക്ക് ഒരു പ്രചോദനവും കൂടിയാണ്. കാരണം APയുടെ ജീവിത രീതി അങ്ങനെയാണ് സഖാക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ സഖാവിൻ്റെ സ്മരണ മുതുക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് 2014 അധികാരത്തിലേറുമ്പോൾ വികസന മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഹിന്ദുത്വ അജണ്ട ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും അധികാരത്തിലേറിയതും. അവർ നൽകിയ വാഗ്ദാനങ്ങൾ നമ്മൾ ആരൊന്നും മറന്നിട്ടില്ല. കള്ളപ്പണമാകെ ഇന്ത്യക്കകത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വീതം ഇടുമെന്ന് പറഞ്ഞ BJPയുടെ നേതാക്കൾ. പക്ഷെ നമ്മളെല്ലാവരും അക്കൗണ്ട് ചെന്ന് കൂടി കാത്തിരുന്നിട്ട് പോലും 5 പൈസയുടെ ഒരു ഗുണം നമുക്കുണ്ടായില്ലെന്ന് വേണമെങ്കിൽ പറയാം.
അതോടൊപ്പം തന്നെയാണ് മറ്റൊരു മുദ്രാവാക്യം BJP ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. വർഷം 2 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുമെന്ന്. നമുക്കറിയാം, 9 വർഷമായി BJP ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു. എത്രമാത്രം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വളരെ വ്യക്തമാണ്. ഏറ്റവും ഉദാഹരണം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, റെയിൽവേ ഇപ്പോൾ 4 ലക്ഷം തസ്തികകളാണ് ഒഴിഞ്ഞിടക്കുന്നത്. റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാർ മുതൽ താഴേക്ക് ഗ്യാങ്മാൻ വരെ ഉള്ള തസ്തികകൾ ഒഴിഞ്ഞിടക്കുകയാണ്. അത് നികത്താൻ ആ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു വാഗ്ദാനം കൊടുത്തത്, പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 50 രൂപയാക്കും എന്നുള്ളത്. അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങൾ ഈ BJP ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ക്ഷേമപ്രവർത്തനങ്ങൾ പരിഹരിക്കേണ്ടത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി അത് ശക്തിപ്പെടുത്തുന്നതിന് പകരം അതിനെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം തിരിച്ചടി കിട്ടുമെന്ന ഒരു ഉറപ്പാണ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുക എന്ന പ്രതിജ്ഞയോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ എന്ന സഖ്യത്തിന് എത്തിയിട്ടുള്ളത്. അതിൽ മുന്നിൽ നിൽക്കുന്നതും നേതൃത്വ പങ്കുവഹിക്കുന്നതുമായ ഇടതുപക്ഷമാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും ഭൂരിപക്ഷ സമരങ്ങളും ഇടതുപക്ഷമാണ് നയിക്കുന്നതെന്ന് നമുക്ക് ഓരോ സമരം കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വരുന്ന തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവിതം, തൊഴിലില്ലായ്മ, വികസനം, വിലക്കയറ്റം എന്നിവയൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളിൽ ഈ ഗവൺമെന്റ് വളരെ പരാജയമാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുക എന്ന തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന കർഷകരെയും തൊഴിലാളികളെയും ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും വേർതിരിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെയും മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം. ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിയും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ തുല്യതയുമെല്ലാം ഇപ്പോൾ ഇല്ലാതാക്കപ്പെടുകയാണ്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഈ ഒരു APയുടെ സ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് പരിശോധിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇന്ന് ഒരു ചരിത്ര സമരത്തിനാണ് ലോകം സാക്ഷിയായിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ജനകീയ പ്രതിഷേധം കഴിഞ്ഞു. കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും പ്രൗഢോജ്വലമായ ഒരു സമരത്തിൽ ഏർപ്പെട്ട ദിനവും കൂടിയാണ് ഇന്ന് ഫെബ്രുവരി 8 എന്നുള്ളത്. കേന്ദ്ര സർക്കാർ കേരളത്തെ കേവലമായി അവഗണിക്കുകയല്ല, മറിച്ച് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് തകർക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഫെഡറലിസം, ശക്തമായ കേന്ദ്രവും സുശക്തമായ
സംസ്ഥാനങ്ങളും എന്നതാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസത്തിൻ്റെ അന്തസത്ത ഇതിനെ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നു. അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രം കവർന്നെടുക്കുകയും സംസ്ഥാനങ്ങളെ ആകെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. നമുക്ക് കിട്ടാനുള്ള കുടിശ്ശിക, അതോടൊപ്പം തന്നെ നികുതി വിഹിതത്തിലുള്ള കേരളത്തോടുള്ള വിവേചനം, വായ്പ എടുക്കുന്നതിലുള്ള പരിധി വെട്ടിക്കുറവ്, അതൊക്കെ നമ്മുടെ കിഫ്ബി പോലുള്ള വായ്പ എടുക്കൽ, അത് ഗവൺമെൻറ്റിൻ്റെ ആ വായ്പയിൽ പെടുത്തിക്കൊണ്ട് കിഫ്ബിയിൽ എടുക്കുന്ന വായ്പ അല്ലെങ്കിൽ ആ കണക്ക് ഗവൺമെൻറ്റിൽ പെടുത്തിക്കൊണ്ട് ആ വായ്പ എടുക്കുന്ന പരിധി വെട്ടിക്കുറക്കുന്ന നയം BJP ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ബദൽ ഗവൺമെൻറ്റാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ എത്ര കണ്ട് ബുദ്ധിമുട്ടിയാൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാതൊരു കുറവും കേരള ഗവൺമെൻറ് വരുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 2016 അധികാരത്തിലേറിയ സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അടിസ്ഥാന വികസന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സാമ്പത്തികം ചിലപ്പോൾ നമുക്ക് പരിമിതമായിരിക്കാം, പക്ഷേ ഈ സാമ്പത്തികം നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊരു തടസ്സമായി കൂടാ എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് വളരെയേറെ പ്രശസ്തമാണ്. സാമ്പത്തിക ഈ ഞെരുക്കത്തിനിടയിലും ഉന്നത വിദ്യാഭ്യാസത്തിന്, തൊഴിലിന്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വളരെ ശ്രദ്ധയും കരുതലും നൽകിയ ഒരു കേരള മാതൃകയാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വികസനം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ, ജനകീയമെന്ന ഒരൊറ്റ കരുത്തിൽ, ഹൃദയപക്ഷമെന്ന ഉറപ്പിൽ ജനപക്ഷത്ത് നിന്ന് തകരില്ല, തളരില്ല നമ്മുടെ കേരളം എന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സഖാവ് AP ഈ സ്മരണ പുതുക്കുമ്പോൾ നമുക്കറിയാം, AP ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AP കാണിച്ചു തന്നിട്ടുള്ള ധീരോത്തമായിട്ടുള്ള മാതൃക ഈ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തന്നെ പ്രചോദനവും ഉന്മേഷവും നൽകുന്നതാണ് നമുക്കറിയാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ BJP ഗവൺമെൻറ് കേരളത്തിനകത്ത് അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ശരിയാണ്, ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷം ഹൃദയപക്ഷം ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രത്യക്ഷ രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. നമുക്കറിയാം, ഇന്ന് ഡൽഹിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ള പിന്തുണ അതനുസരിച്ച് കേരളത്തിൽ കാസർഗോഡ് മുതൽ എല്ലാ ജില്ലക്കകത്തും ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ, ഇതെല്ലാം ആവേശം നിറഞ്ഞതും ജനങ്ങൾ തിങ്ങി നിറഞ്ഞതുമായിട്ടുള്ള ഒരു സദസ്സാക്കി മാറ്റാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞത് ഡൽഹിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ മന്ത്രിമാരും MLA-മാരും നടത്തിയ ആവേശം ചോർന്നു പോയിട്ടില്ല എന്നുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൽ നടത്തിയ ഐക്യദാർഢ്യ സദസ്സുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കൂടുതൽ നേരം സംസാരിക്കുന്നില്ല, കാരണം ഇതിൻ്റെ
ഈ നവമാധ്യമ കൂട്ടായ്മ അതിൽ എന്നെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ നിയമാവലിയെ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ നവമാധ്യമത്തിൻ്റെ, നമ്മുടെ സൈബർ മേഖലയിൽ നടക്കുന്ന നമ്മുടെ ആക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുത്തായി നമുക്ക് മാറാൻ കഴിയണമെന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് ചുറ്റുപാടും ശത്രുക്കളാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു ലീഡിംഗ് പേപ്പറായിട്ടുള്ള മനോരമയിൽ വന്നൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചുപൂട്ടാൻ പോകുന്നു. ശരിക്കും മനോരമയുടെ ഒരു വ്യാജ വാർത്തയായിരുന്നു അത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില സ്ഥാപനങ്ങളെല്ലാം നേരത്തെ അടച്ചുപൂട്ടി. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം KPPL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സ്വത്താക്കി മാറ്റിയ ചരിത്രം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ നയം. അത് ഏത് പത്രമാണെങ്കിലും അല്ലെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും വ്യാജ പ്രചരണം നടത്തിയതുകൊണ്ട് മാത്രം ഇതൊന്നും വില പോകില്ലെന്ന് നമുക്കറിയാം. നമുക്ക് സൈബർ പോരാട്ടത്തിലൂടെ മാത്രമേ അതെല്ലാം ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ധീരോത്തമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന AP പ്രവർത്തനം വരും തലമുറക്ക് പ്രചോദനമായി തുടരട്ടെ. ഇനിയുള്ള പ്രവർത്തനത്തിൽ ഇത് ഉന്മേഷവും കരുത്തും പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇതിലെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിനും എൻ്റെ ഈ ചെറിയ പ്രഭാഷണം കേട്ടതിലും വളരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എല്ലാ സഖാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.